പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. ഈ ലോകം തരുന്നത് പോലെയല്ല ഞാൻ നൽകുന്ന സമാധാനം നിങ്ങളിൽ നിന്ന് ആരും എടുക്കില്ല എന്ന് പറഞ്ഞ് സമാധാനം തന്നിട്ട് പോയ കർത്താവിൻ്റെ തിരുമുൻപിലാണ് നമ്മളായിരിക്കണേ. ഒരാൾക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ള സ്വർഗീയ സമാധാനം കൊണ്ട് നമ്മളുടെ കുടുംബങ്ങളെ, കുടുംബ ബന്ധങ്ങളെ ആശീർവദിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ രാത്രിയിൽ നമ്മളായിരിക്കുന്ന നേരമാണ്. ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സന്തോഷം നൽകുന്നൊരു കാര്യം, ആ കുടുംബത്തിന് ഇട്ടിരിക്കുന്ന പേര് തന്നെ ഷാലോം. ഷാലോം വീടിൻ്റെ പ്രത്യേകത മറ്റൊന്നാണ്. അവിടേക്ക് കടന്നു ചെല്ലുന്നത് അതെല്ലാ ദിവസവും ആവർത്തിക്കുന്ന മക്കളും മാതാപിതാക്കളും ആരും വീട്ടിൽ നിന്ന് പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ പറയേണ്ട ആദ്യത്തെ വാക്ക് ഷാലോമാ, നിങ്ങൾക്ക് സമാധാനം. കർത്താവ് പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമേ തന്നെ അതിന് സമാധാനം ആശംസിക്കുക. എൻ്റെ പ്രസൻസ് എൻ്റെ കുടുംബത്തിൽ സമാധാനം കൊടുക്കുന്നുണ്ടോ, അസ്വസ്ഥത കൊടുക്കുന്നുണ്ടോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. എപ്പോഴും ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നതല്ല പറയണത്. പക്ഷേ ഒരു കാര്യത്തെക്കുറിച്ച് ആകുലപ്പെട്ട് ആ കുടുംബത്തിൻ്റെ അസ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട് നമുക്ക്. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല, ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല, സമാധാനം കൊടുക്കുന്നവരായി മാറ്. നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട്, നിങ്ങൾ ആകുലരാകുന്നത് കൊണ്ട് നിങ്ങളുടെ ആയുസ്സിൻ്റെ ഒരു മുഴമെങ്കിലും കുറയ്ക്കാനോ കൂട്ടാനോ നിങ്ങൾക്കാവില്ലല്ലോ. പിന്നെ എന്തിനാണ് സമാധാനമായിട്ടിരിക്കുന്നത്? കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തലാണത്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ഉദ്ധാനം ചെയ്ത കർത്താവ് ഇവരെ അഭിവാദ്യം ചെയ്യുന്നിടങ്ങളിലെല്ലാം ആദ്യത്തെ വാക്കാണത് ഷാലോം. അതിൻ്റെ അർത്ഥം ഇതാണ്. ഞാനിങ്ങനെ മരണത്തെ പോലും തോൽപ്പിച്ചുയർത്ത ഒരു ദൈവത്തിൻ്റെ കൂട്ടാളികളാണ് നിങ്ങൾ. അവൻ കൂടെയുള്ളിടത്തോളം കാലം നിങ്ങളെ ഈ ലോകത്തെ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ഒന്നും നിങ്ങളെ തളർത്തിക്കളയേണ്ട കാര്യമില്ല. ഷാലോം. നിങ്ങളെന്താ വിചാരിക്കണേ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിയെന്നോ? അത് താളം തെറ്റുന്നതല്ല, ഞാൻ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഒരുക്കിയെടുക്കുന്നതല്ലേ. നിങ്ങളെന്താ വിചാരിക്കുന്നത്? നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ എന്നേക്കുമായി നിങ്ങളെ വിട്ടുപോയെന്നോ? നിങ്ങളെ വിട്ടുപോയതല്ലല്ലോ. അയാൾ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക്, അയാളുടെ സ്വന്തം വീട്ടിലേക്ക് സന്തോഷത്തോടെ എൻ്റെ കരം പിടിച്ച് യാത്രയായതല്ലേ. നിങ്ങളെന്താ വിചാരിക്കുന്നത്? നിങ്ങൾ വിചാരിച്ച ജോലി കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എന്നേക്കുമായി പ്രത്യാശ അവസാനിച്ചെന്നോ? അങ്ങനെയല്ലല്ലോ. കുറച്ചുകൂടെയൊക്കെ ഭേദപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. ഷാലോം. സമാധാനപ്പെടാൻ ഒന്നും നിങ്ങളെ ആകുലപ്പെടുത്താതിരിക്കട്ടെ. ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യതയാണ് കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും. ഇതുവരെയും ഒന്നും ആയില്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നതിന് പകരം നമുക്ക് അടുത്ത് തന്നെ റെഡിയാക്കും, കുഴപ്പമില്ല, കർത്താവ് തരും, കർത്താവ് നോക്കിക്കൊള്ളും എന്ന് പറയുന്നൊരു കുടുംബം ഉണ്ടല്ലോ. നിനക്കിപ്പോൾ ജോലി കിട്ടിയിട്ട് വേണ്ടല്ലോ ഈ കുടുംബം നോക്കാനായി, നീ അതുകൊണ്ട് നിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോ, നിൻ്റെ സ്വപ്നം റെഡിയാകുന്നത് വരെ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഒരപ്പൻ പറയുമ്പോൾ ആ മകന് കിട്ടുന്ന കരുത്തെന്താണെന്നറിയണം. ആ കുടുംബത്തിനുണ്ടാകുന്ന സമാധാനം എന്താണെന്നറിയണം. തെറ്റിപ്പോയ ഒരു കുഞ്ഞിനെ പിടിച്ചിരുത്തി ക്രോസ് വിസ്താരം ചെയ്ത് ആ കുടുംബത്തിൽ മുഴുവൻ അസ്വസ്ഥതയുണ്ടാക്കുന്നതിന് പകരം മോളെ പേടിക്കണ്ട, നമുക്ക് ശരിയാക്കാം. എന്താ പറ്റിയത്? സമാധാനത്തോടെ ഇങ്ങനെ ചോദിച്ച് ആ കുടുംബത്തിൽ സ്വർഗത്തിൻ്റെ സമാധാന അന്തരീക്ഷം ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റില്ലേ? തോറ്റുപോയ പരീക്ഷയുടെ ഭാരവുമായി വരുന്നൊരു കുഞ്ഞിനെ വടിയുടെ കാഠിന്യം കൊണ്ട് വീണ്ടും പേടിപ്പിക്കുന്നതിന് പകരം അപ്പുറവും ഇപ്പുറവും ഇരുന്ന് അവനോട് പറയണം, നമുക്ക് അടുത്ത തവണ പിടിക്കാം. ആ കുടുംബത്തിൽ മാത്രമല്ല അവൻ്റെ കുടുംബത്തിലും വന്നു ചേരുന്നൊരു ശാന്തതയുണ്ടല്ലോ, ഒരു സമാധാനവും സ്വസ്ഥതയുണ്ടല്ലോ. ഇന്നത്തെ ജോലി ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഇന്ന് ജോലി ഇല്ലാതെ തിരിച്ചു വന്നു, ഈ മാസത്തെ സാലറിയിൽ പലതും ഇങ്ങനെ പോകുമെന്നൊക്കെ പറഞ്ഞ് അസ്വസ്ഥതപ്പെടുന്ന ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് സാരമില്ലാന്നേ, ഇത് നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ, അപ്പോൾ കുഴപ്പമില്ല, ഈ മാസത്തെ ഔട്ടിങ് നമുക്ക് മാറ്റാം. എന്തൊരു സമാധാനമായിരിക്കും അയാൾക്ക് കിട്ടാൻ പോകുന്നത്.
ഈ കുടുംബത്തിൽ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്നതിന് പകരം ഉള്ളത് വെച്ച് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മമാരാ കുടുംബത്തിന് കൊടുക്കുന്ന ഇങ്ങനെ സമാധാനം കൊടുക്കുന്ന മാലാഖമാരെ കണക്ക് ജീവിക്കുന്നു. അതൊക്കെ വെറുതെ ഓർമ്മപ്പെടുത്തലാണ്, വെറുതെ ക്ലീശേ കാര്യങ്ങളല്ല. പക്ഷേ ഉള്ളിലെ സമാധാനമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അങ്ങനെയൊരു സമാധാനം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ, മർത്തയുടെയും മറിയത്തിൻ്റെയും പ്രാർത്ഥനയാണ്, അങ്ങിവിടെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വർഗത്തിൻ്റെ സമാധാനം നൽകുന്ന സാന്നിധ്യമായി എൻ്റെ തമ്പുരാനെ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ അസ്വസ്ഥതകളുടെ മേൽ അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങൾക്ക് പരിഹാരം നൽകണമേ. അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ ഞങ്ങളുടെ കുടുംബത്തെ വഴി നടത്തണമേ എന്ന അപേക്ഷയോടുകൂടെ അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കാൻ കുടുംബത്തോടൊപ്പം നമുക്ക് ഒരുങ്ങാം. സമാധാനം കൊണ്ട് നമ്മുടെ മനസ്സും കുടുംബവും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവിടുത്തെ അനുഗ്രഹം നമുക്ക് അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിച്ചിട്ട് വേണം ഇന്ന് മുറികളിലേക്ക് മടങ്ങാനായി. ആ സ്നേഹം അനുഭവിച്ചറിയുന്നത്ര സമാധാനം അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിക്കണം. ചേർത്ത് പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വലിയ സ്നേഹം അനുഭവിച്ചതിന് ശേഷം വേണം ഇന്ന് മുറികളിലേക്ക് മടങ്ങിപ്പോകാൻ. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ പോലും അവിടെ സമാധാനം എന്നുള്ള ശലോം പറഞ്ഞിട്ട് വേണം കയറി ചെല്ലാനെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരസ്പരമുള്ള ഭിന്നതകളൊക്കെ മറന്ന്, പരസ്പരമുള്ള എതിർപ്പുകൾ മറന്ന്, തെറ്റിദ്ധാരണകൾ മറന്ന് ചേർത്ത് പിടിച്ച് സമാധാനം ആശംസിച്ചിട്ട് വേണം നമുക്കിന്ന് കിടക്കകളിലേക്ക് മടങ്ങാൻ. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.